ഈ പ്രോഗ്രാം സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ, അതായത് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലുള്ള ഡിജിറ്റ്സിൻ്റെ സം പ്രോഗ്രാം ഔട്ട്പുട്ട് ചെയ്യും. അതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെ പ്രോഗ്രാമിൽ എഴുതും എന്ന് കാണാം, പ്രോഗ്രാമായിട്ട് എഴുതുമെന്ന് കാണാം. ഇതിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്പറായിട്ട് ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ 99,999 9,999 ആണെങ്കിൽ സമ്മ് പ്രോഗ്രാം ഔട്ട്പുട്ട് ചെയ്യേണ്ട സമ്മ് 9 + 9 18 + 9 27 + 9 36, അതായത് 9 9 18 9 27 9 36 എന്ന പ്രോഗ്രാം ഔട്ട്പുട്ട് ചെയ്യണം. അതിന് മുന്നോടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രോഗ്രാമിലെ ആദ്യം ഗിവൺ നമ്പർ 9999 ആണെന്നിരിക്കട്ടെ ഒരു ഉദാഹരണത്തിന്. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്, അതായത് 9 എടുക്കുന്നു. സമ്മിൽ ഓൾറെഡി ഉള്ള സമ്മിൻ്റെ കൂടെ അത് ആഡ് ചെയ്യും. സം പ്ലസ് എൻ എന്നിരിക്കട്ടെ എന്നിന്. പിന്നെ അടുത്തതായി നമ്മൾ അടുത്ത ഡിജിറ്റ് എടുക്കുന്നു, നെക്സ്റ്റ് ഡിജിറ്റ് സമ്മിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായി നമ്മൾ അടുത്ത ഡിജിറ്റ് എടുക്കുന്നു, സമ്മിൻ്റെ കൂടെ അത് ആഡ് ചെയ്യും. അടുത്തതായി അടുത്ത ഡിജിറ്റ് എടുക്കുന്നു, സമ്മിൻ്റെ കൂടെ അത് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം, ഒന്നുകൂടി ക്ലിയറായി മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ 5435 ആണെങ്കിൽ ആദ്യം ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കണം, അത് സമ്മിൽ സ്റ്റോർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ ഓൾറെഡി ഉള്ള സമ്മിൻ്റെ കൂടെ നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കണം, അത് സമ്മിൽ സ്റ്റോർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കണം, അതിൽ സമ്മിൽ സ്റ്റോർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഡിജിറ്റ് എടുക്കണം, അത് നേരത്തെയുള്ള സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് സമ്മിൽ സ്റ്റോർ ചെയ്യണം. ആ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്, റിപ്പീറ്റഡായി. അപ്പം നമ്മൾ സമ്മിൻ്റെ വാല്യൂ റിപ്പീറ്റഡ്ലി വി ആർ അപ്ഡേറ്റിംഗ്. സമ്മിൻ്റെ ഓൾറെഡി ഉള്ള വാല്യൂവിൻ്റെ കൂടെ ഓരോ നമ്പറിലെ ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുന്നു, കിട്ടുന്ന ഉത്തരം സമ്മിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരും. നമ്മൾ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ഓരോ ഡിജിറ്റായി എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഈ സംഖ്യയൊന്ന് ഓരോരോ ഡിജിറ്റായി എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിലെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ആ സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തന്നിരിക്കുന്ന സംഖ്യ 5435 ആണെങ്കിൽ അതിന് ഈ സംഖ്യ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഹരണഫലവും ശിഷ്ടവും, അതായത് കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ വി ക്യാൻ കാൽക്കുലേറ്റ്. എന്തായിരിക്കും ഹരണഫലം, എന്തായിരിക്കും ശിഷ്ടം
10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് will always be the remainder and the remaining digits will be the quotient. 5432 10 കൊണ്ട് ഹരിച്ചാൽ 5 റിമൈൻഡർ കിട്ടും. ബാക്കിയുള്ള റിമൈനിങ് ഡിജിറ്റ്സ് quotient ആയി കിട്ടും. quotient ആയിട്ട് കിട്ടുന്ന റിമൈൻഡർ 5 എന്നും quotient 543 എന്ന് കിട്ടും. ഈ കിട്ടുന്ന 543 നമ്മൾ വീണ്ടും 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 3 എന്നും quotient 54 എന്നും കിട്ടും. വീണ്ടും 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ റിമൈൻഡർ 4 എന്നും quotient 5 എന്നും കിട്ടും. വീണ്ടും 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ റിമൈൻഡർ 5 എന്നും quotient 0 ആയിട്ടും നമുക്ക് കിട്ടും. റിമൈൻഡറിന്റെ കറക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓരോ ഡിജിറ്റ് ആണ്. നമ്മുടെ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന നമ്പറിലെ ഓരോ ഡിജിറ്റ് നമ്മൾ 10 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡേഴ്സ് മാത്രം കളക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇൻഡിവിജ്വൽ ഡിജിറ്റ് ആണ്. ഈ പ്രോസസ്സ് എത്ര പേർ റിപ്പീറ്റ് ചെയ്യണം? quotient 0 ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ലോജിക്ക് എന്ന് പറയുന്നത് അതാണ്. കിട്ടിയിരിക്കുന്ന നമ്പറിന് quotient 0 ആകുന്നത് വരെ നമ്മൾ 10 കൊണ്ട് ഹരിക്കുന്നു. 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് എടുക്കുന്നു. 10 കൊണ്ട് ഹരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് quotient 0 ആകുന്നത് വരെ. 0 ആകുമ്പോൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, റിപ്പീറ്റഡായി നമുക്ക് ഈ ഹരിക്കണം സം കാണണം റിപ്പീറ്റഡായി ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പാണ്. എങ്ങനെ നമുക്ക് എഴുതാം പ്രോഗ്രാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യാൻ നമ്മൾ നം എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കും. ഇനി നമ്മുടെ സം സ്റ്റോർ ചെയ്യാൻ സം എന്ന വേരിയബിൾ ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഓരോ തവണ ഡിജിറ്റിനെ ഹരിക്കുമ്പോഴും നമ്പറിനെ ഹരിക്കുമ്പോഴും 10 കൊണ്ട് ഹരിക്കുമ്പോഴും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന റിമൈൻഡർ അഥവാ ഒരു ഡിജിറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അത് സ്റ്റോർ ചെയ്യാൻ ഞാൻ n എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കും. ഇനീഷ്യലി സം 0 ആയിരിക്കും. സമ്മിലൊന്നും ഉണ്ടാവില്ല, അപ്പോൾ സം 0 ആയിരിക്കും. ഓക്കെ, ആക്ച്വൽ ലോജിക്ക് വരാം. വയർ കണ്ടീഷൻ നമ്മുടെ നമ്മ 0 ആകുന്നത് വരെ, 0 അല്ലാതിരിക്കുന്നത് വരെ, നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇൻഡിവിജ്വൽ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, ദാറ്റ് മീൻസ് n ഈക്വൽ ടു നം 3 ടൺ. അപ്പം എന്നിൽ ആദ്യത്തെ ഡിജിറ്റ് ഉണ്ടാവും, പിന്നെ നെക്സ്റ്റ് തൊട്ടടുത്ത ഡിജിറ്റ് ഉണ്ടാവും, പിന്നെ തൊട്ടടുത്ത ഡിജിറ്റ്, പിന്നെ തൊട്ടടുത്ത ഡിജിറ്റ്. അങ്ങനെ quotient 0 ആകുന്നത് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്താൽ സമ്മിൻ്റെ കൂടെ ഈ ഡിജിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് സമ്മിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ദാറ്റ് വിൽ ബി സം ഈക്വൽ ടു സം പ്ലസ് n. ഇനി എന്താണ് ചെയ്യുന്നത്? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഇസ് നത്തിങ് ബട്ട് remainder when the number is divided by 10. ഓക്കെ, ഇനി നമ്മളെ നമ്പറിനെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഇല്ലാത്ത ബാക്കി റിമൈനിങ് പോർഷൻ
അതായിരിക്കും നമ്മുടെ പുതിയ നമ്പർ. അത് കിട്ടാൻ നമ്പറിനെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അത് ആയിരിക്കും നമ്പറിൻ്റെ പുതിയ വാല്യൂ. അതായത് 5435 നമ്മൾ 5 എക്സ്ട്രാക്ട് ചെയ്തു. റിമൈനിങ് പോർഷൻ 543 എന്നുള്ളത് ആയിരിക്കും. അത് കിട്ടാൻ നമ്മൾ നമ്മുടെ ഇൻപുട്ട് ചെയ്ത നമ്പർ 0 എന്ന വരെ, അതായത് എല്ലാ ഡിജിറ്റ്സിനെയും എക്സ്ട്രാക്ട് ചെയ്ത് സമ്മിനോട് ആഡ് ചെയ്ത് കഴിയുന്നത് വരെ നമ്മുടെ ലൂപ്പ് പ്രവർത്തിപ്പിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ലോജിക്ക്. ഇനി നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എങ്ങനെ എഴുതും എന്നുള്ളത് കാണാം. അടുത്തതായി ഇതിൻ്റെ പ്രോഗ്രാം, പൂർണ്ണ രൂപത്തിലുള്ള പ്രോഗ്രാം നമ്മൾ കാണുന്നത് ഇവിടെ. ആദ്യം നേരത്തെ കേസിലുള്ളതുപോലെ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വേരിയബിൾസ്. ഒന്ന് നം എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ വേരിയബിൾ n എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന നമ്പറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി n എന്നുള്ള വേരിയബിൾ. പിന്നുള്ള നമ്മുടെ ഉത്തരം സ്റ്റോർ ചെയ്യാൻ സം എന്നുള്ള വേരിയബിൾ. ഇനീഷ്യലി സം 0 ആയിരിക്കും. ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ സം 0 ആയിരിക്കും. അത് സൂചിപ്പിക്കാൻ സമ്മിനെ 0 എന്നുള്ള വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത സ്റ്റേറ്റ്മെന്റ് സ്ക്രീനിലെ ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ക്രീനിൽ ഔട്ട്പുട്ട് ചെയ്യും. എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞുള്ള മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ മെസ്സേജ് കണ്ട് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ നം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നം എന്ന് പറയുന്ന വേരിയബിളിൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് 8927 ആണെന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വൈൽ ലൂപ്പാണ്. ലൂപ്പ് എത്ര വരെ റൺ ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിലെ ഓരോ ഡിജിറ്റും എക്സ്ട്രാക്ട് ചെയ്ത് നമ്പർ മൊത്തമായി തീരുന്നത് വരെ, അതായത് നമ്പറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആവുന്നവരെ നമ്മളുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ആദ്യം 7 എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 892 ആവുന്നു നമ്മുടെ നമ്പർ. പിന്നെ നമ്മൾ 2 എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം നമ്മളുടെ നമ്പർ 89 ആകുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് 9 എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ 8 ആകുന്നു. പിന്നെ നമ്മൾ ആ 8 എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ നമ്പർ 0 ആകുന്നു. അപ്പോൾ നമ്മൾ ലൂപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ലൂപ്പിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ. നമ്മുടെ നമ്പറിൽ നിന്ന് ഓരോ ഡിജിറ്റായി എക്സ്ട്രാക്ട് ചെയ്യുക. ആ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ n എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഫസ്റ്റ് ടൈം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 8927 ആണെങ്കിൽ ഫസ്റ്റ് 7 എക്സ്ട്രാക്ട് ചെയ്യും ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്നിൽ 7. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സമ്മിൽ ഓൾറെഡി ഉള്ള വാല്യൂവിൻ്റെ കൂടെ 7 ആഡ് ചെയ്യും. ഓൾറെഡി 0 ആയിരുന്നു, അപ്പോൾ സമ്മിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ 7 ആയി മാറും. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നം ഈക്വൽ ടു നം ബൈ 10, അതായത് പുതിയ നം എന്ന് പറയുന്നത് 892 ആയിരിക്കും. അപ്പം പുതിയ നം എന്ന് പറയുന്നത് 892. വീണ്ടും നമ്മുടെ കണ്ടീഷനിലേക്ക് ലൂപ്പ് പോകുന്നു. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പർ 892 ആണ്, അത് 0 അല്ല.
വീണ്ടും നമ്മളുടെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. നമ്പർ 892 വെച്ച് നമ്മുടെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. n എന്നുള്ളത് വീണ്ടും നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. n ഈക്വൽ ടു നമ്മോട് 10 എന്ന് പറയുമ്പോൾ 892 10 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന റിമൈൻഡർ, അതായത് 2 ആയിരിക്കും എന്നിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ സമ്മിന്റെ വാല്യൂ, നേരത്തെയുള്ള സമ്മിന്റെ വാല്യൂയോട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2 ആണ്. അപ്പോൾ സമ്മിന്റെ വാല്യൂ ഇപ്പോൾ 9 ആയി മാറി. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മിന്റെ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. നമ്മിന്റെ വാല്യൂ നം ഈക്വൽ ടു നം ബൈ 10, 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം. 892 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് കിട്ടുന്ന ഹരണഫലം അഥവാ കോഷ്യന്റ് എന്ന് പറയുന്നത് 89 ആണ്. അപ്പോൾ നമ്പർ 89 മാറി. വീണ്ടും നമ്മുടെ കണ്ടീഷൻ ചെക്കിങ്ങിലേക്ക് വന്ന് 89 എന്നുള്ളത് 0 ആയില്ല. അപ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. 892 സ്ഥാനത്ത് 89 വെച്ച് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അഗെയിൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് n ഈക്വൽ ടു നം മോഡ് 10. അപ്പോൾ 89ന്റെ 9 എക്സ്ട്രാക്ട് ചെയ്യുന്നു. അത് എന്നിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ന്യൂ വാല്യൂ ഓഫ് n വിൽ ബി 9. What will be the new value of sum? New value of sum will be 9 plus 9. 9 plus 9. അതായത് 18 എന്നുള്ള നിലയിലേക്ക് മാറുന്നു. വീണ്ടും തേർഡ് സ്റ്റേറ്റ്മെന്റ് നം ഈക്വൽ ടു നം ബൈ 10. 89 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് വെറും 8 ആണ്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ 8 എന്നുള്ളത് 0 ആയിട്ടില്ല. 8 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ 0 ആയിട്ടില്ല. അതുകൊണ്ട് നമ്പർ ഇപ്പോൾ 8 ആണ്. 8 വെച്ച് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. What will be the value of n? 8 മോഡ് 10 എന്ന് പറയുമ്പോൾ 8നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം, അതായത് 8നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 8 അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 8 തന്നെയാണ്. 8. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് സം ഈക്വൽ ടു സം പ്ലസ് n. ന്റെ വാല്യൂ സമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂയോട് കൂടി ആഡ് ചെയ്യുക. സമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂ 18 ആണ്. അപ്പോൾ 18 പ്ലസ് 8, that will be the 26 എന്ന രീതിയിലേക്ക് സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. നമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് നം ബൈ 10. 10 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഹരണഫലം. 8നെ 10 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 0 ആകുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ എന്തായി? 0 ആയി. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്കിങ്ങിലേക്ക് വന്നു. നം നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മുടെ വാല്യൂ ഇപ്പോൾ നമ്മിന്റെ വാല്യൂ 0 ആയത് കാരണത്താൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നു. എക്സിറ്റ് ചെയ്തതിനു ശേഷം ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ ആയി 26 എന്നുള്ളത് സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഇത്രയുമാണ് അതിന്റെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ.